ഹായ് ഡീസ്, എൻ്റെ വീട്ടിൽ കുഞ്ഞു പച്ചക്കറിത്തോട്ടം കണ്ടാൽ ഇത് ഞങ്ങളടുത്ത് പൂച്ചയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഫസ്റ്റ് കാന്താരി മുളകാണ്. കുറേ കാന്താരി മുളകുണ്ട് കേട്ടോ. കാന്താരിയൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിവേപ്പുണ്ട്. എല്ലാവരുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ടത് കറിവേപ്പാണ്. പിന്നെ വാഴത്തൈകളൊക്കെ ഒരുപാടുണ്ട്. അതിലിപ്പോൾ ഒരു വാഴ കൊലച്ച് നിൽപ്പുണ്ട്. അത് ഏത്തൻ്റെയാണ് കേട്ടോ. ഏത്തൻ്റെ വാഴ കൊലച്ച് നിൽപ്പുണ്ട്, കണ്ടില്ലേ. പിന്നെ അതുപോലെ മുരിങ്ങയുണ്ട്. അത് കുഞ്ഞു തൈയാണ് കേട്ടോ, കൂടുതലും തൈയാണൊന്നും വലുതായിട്ടില്ല. പിന്നെ ഇതേ പച്ചമുളകിൻ്റെ ഒരു 3-4 തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കുരുടിച്ച് വേണ്ട പുഴുത് കളഞ്ഞാൽ ഇത് പുതുതായിട്ട് വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ കുക്കുംബർ കേട്ടോ. പിന്നെ ഇത് പേരയ്ക്ക, പണ്ടൊക്കെ നമ്മളെല്ലാവരും വീട്ടിലിരുന്ന പേര. പിന്നെ ഇത് മുള്ളൻചക്ക എന്ന് പറയും കേട്ടോ. ഞങ്ങൾ എവിടെയൊക്കെ മുള്ളൻചക്ക എന്ന് പറയും. പിന്നെ ഇതെല്ലാവർക്കും അറിയില്ല, നമ്മുടെ തക്കാളി. പിന്നെ ഇത് വഴുതനയാണ് കേട്ടോ. ഇത് വഴുതനയുടെ തൈയാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇത് മാതളാണ് കേട്ടോ. മാതളത്തിൻ്റെയാണ്. കായൊന്നും പിടിച്ച് തുടങ്ങിയില്ല, കുറച്ച് വലുതായി നിൽപ്പുണ്ട്. പിന്നെ ഇത് കോവയ്ക്ക. അത്യാവശ്യം നല്ല രീതിയിൽ കോവയ്ക്ക് പിടിക്കുന്നുണ്ട്. നമുക്ക് ഡെയിലി കിട്ടാറുണ്ട് കേട്ടോ. തോരൻ വയ്ക്കാനായാലും വിഴുക്ക് വരട്ടാനായാലും ഒക്കെ കോവയ്ക്ക് കിട്ടാറുണ്ട്. അപ്പം നല്ല രീതിയിൽ കോവയ്ക്കുണ്ട്. പിന്നെ ഉള്ളത് ഈ പൂവ് കണ്ടില്ലേ, ആർക്കെങ്കിലും ഇത് അറിയാമോ? എനിക്കറിയില്ല. അത് ഇന്നാണ് കണ്ടേട്ടോ, വെണ്ടയിലെ പൂവ്. അപ്പോൾ ഇത് വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇത് വെണ്ടയ്ക്കയുടെ പൂവാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മളുടെ പച്ച ചീരയുണ്ട്, അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട് കേട്ടോ. പച്ച ചീരയും ചുവപ്പ് ചീരയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഇലക്കറിക്ക് വേണ്ടിയിട്ട് അതുണ്ട്. പിന്നെ ഇത് കപ്പയാണ് കേട്ടോ. കപ്പയ്ക്കയുടെ തൈയാണിത്, പിടിച്ച് തുടങ്ങിയിട്ടില്ല, കുഞ്ഞു തയ്യാണ്. പിന്നെ കറ്റാർ വാഴയുണ്ട്, ഇത് ഞവരയിലയുണ്ട്, പനിക്കൂർക്ക എന്നൊക്കെ പറയും കേട്ടോ ചില സ്ഥലത്ത്. പിന്നെ ഇത് നമ്മളെ വേപ്പുണ്ട്, വേപ്പും നട്ടിട്ടുണ്ട്, അതും കുഞ്ഞു തൈയാണ്. വേപ്പുണ്ട്. അതുപോലെ തന്നെ അഗസ്ത്യയുണ്ട് കേട്ടോ. അതിനകത്ത് കുഞ്ഞു മൊട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് കുഞ്ഞൊരു പൂന്തോട്ടം ഉണ്ട് കേട്ടോ. വലിയ പൂ പിടിക്കുന്ന ചെടികളൊന്നുമില്ല കേട്ടോ. ഇത് അടുക്കിൻ്റെ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൽ ഏകദേശം എല്ലാ ദിവസവും പൂ പിടിക്കാറുണ്ട്. ഒരുപാട് മൊട്ടും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിനകത്തൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അതും കുഞ്ഞ് തൈയാണ്. പിന്നെ ഇതേ അരുളി ഉണ്ട് കേട്ടോ. അരുളി ഇതേ റോസ് കളർ അരുളി നിൽപ്പുണ്ട്, കണ്ടില്ലേ. നല്ല ഭംഗിയാണ് ഇത് പൂ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിൻ്റെ ഇലയൊക്കെ വിഷമെന്നാണ് പറയുന്നത്. അപ്പോൾ ആരും പിച്ച് തിന്നാതൊക്കെ ഇരിക്കുക കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ ഫ്രണ്ടിൽ. പിന്നെ ഇതേ നമ്മുടെ 5 ഇതളുള്ള സ്വന്തം ചെമ്പരത്തി കേട്ടോ. പണ്ട് തൊട്ടേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള 5 ഇതളുള്ള നല്ല ചുവപ്പ് ചെമ്പരത്തി. ഇതൊട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും കാണും കേട്ടോ. നമുക്ക് താളി അരയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ല ഗുണമുള്ളതാണ് നമ്മളെ ചെമ്പരത്തി. പിന്നെ ഒരു മഞ്ഞ തെറ്റിയുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയൊരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ചുവപ്പ് റോസും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടവും കുഞ്ഞ് ഗാർഡനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.